തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് അശോകത്ത നാട്ടിലും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ കൊച്ചിയിൽ ഈയിടെ നടന്ന ഒരു അപകടത്തെ കുറിച്ചാണ്. അതായത് റേഞ്ച് റോവറെ പോലെയുള്ള ഒരു ഹൈ എൻഡ് കാറ് ഇറക്കുന്നത് കൺട്രോൾ തെറ്റി ആ ഷോറൂമിലെ ഒരു പയ്യൻ മരിക്കുകയും ആ കാറ് തന്നെ ഏകദേശം നശിച്ചു എന്ന് പറയാം, ആ രീതിയിലാക്കി. അതിന് കാരണമായി ഇപ്പോൾ RTO എൻക്വയറി ഒക്കെ ചെയ്തിട്ട് പറയുന്നത് ഇത് ഇറക്കിയ ചുമട്ടു തൊഴിലാളിയോ അല്ലെങ്കിൽ ഹെഡ് ലോഡ് വർക്കർ ഇറക്കുന്ന ആ തൊഴിലാളിക്ക് അങ്ങനെയുള്ള കാറുകൾ ഇറക്കാനുള്ള പരിശീലനമില്ലായിരുന്നു. ഇത് പുതിയ കാറുകളൊക്കെ പഴയ പോലെ മെക്കാനിക്കൽ അല്ല, ഇതൊക്കെ ഹൈ എൻഡ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൺട്രോൾ മെക്കാനിസം ഒക്കെ ഉള്ള കാറുകളാണ്. അപ്പൊ ഇത് കാണിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാല് കേരളത്തിൽ ഇല്ല എന്ന് നമ്മളൊക്കെ കരുതിയ ഈ നോക്കുകൂലി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അത് പാർലമെന്റിൽ ഈയിടെ ചർച്ച വന്നിരുന്നു. കേരള സർക്കാർ നോക്കുകൂലി ഇല്ല എന്ന് പറയുന്നതും. അശോക്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഇത് മാറിയപ്പോൾ, ഫ്ലാറ്റ് മാറിയപ്പോൾ 1000 രൂപ കൊടുക്കേണ്ടി വന്നു നോക്കുകൂലിയായിട്ട്. ആ വന്നവർക്ക് ഒന്നുമില്ല, അവർക്ക് 1000 രൂപ കൊടുത്താൽ ഞാനും പോകും. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ, അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മിഥ്യ ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, കേരളം നമ്പർ 1 എന്നൊക്കെ പറയുമ്പോൾ ഇത് കാക്കുന്ന, ഇപ്പൊ ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് കേരള സർക്കാർ എത്ര പറഞ്ഞാലും പൈസ ഇറക്കാൻ വരുന്ന ആൾ ആദ്യം സംസാരിക്കുന്നത് സാബു ജേക്കബിനോട്ടായിരിക്കും, കിറ്റെക്സിലെ. നിങ്ങൾക്ക് എന്താണ് അവിടെ പ്രശ്നം? നിങ്ങൾ അവിടെ മലയാളിയാണല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ തെലുങ്കാനയൊക്കെ പോയത് എന്ന് ചോദിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സംഭവം മീഡിയ റിപ്പോർട്ട് ചെയ്തു. ഇത് ഇന്ത്യ മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പുറകിൽ അന്വേഷിക്കും. അവിടെ പൈസ കൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഈ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ആൾക്കാർ ഇപ്പോൾ പൊതുവെ ചെയ്യുന്നത്, അവർ ആദ്യം ഒരു ഗ്രൂപ്പിനെ അയക്കും. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ പൈസ സേഫ് ആണോ, സർക്കാരോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഒന്ന് ടാബ്ലേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ആ സംഭവത്തെ എനിക്ക് തോന്നുന്നത് നമ്പർ 1 അല്ല, നമ്പർ 28 or 29 ആക്കുന്ന, ഏറ്റവും താഴെ ആക്കുന്ന ഒരു ഇതാണ്. എന്താ വെച്ചാൽ വേറൊരു സംസ്ഥാനത്തും ഇങ്ങനെയുള്ള നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. കർണാടകമാണേലും തമിഴ്നാട് ആണേലും ആന്ധ്ര ആണേലും തെലുങ്കാന ആണേലും ഇങ്ങനൊരു സംഭവങ്ങൾ നടക്കാറേ ഇല്ല. എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസ്ഡ് ട്രേഡ് യൂണിയൻ ഇല്ല എന്ന് തന്നെ പറയാം. ഉണ്ടെങ്കിൽ തന്നെ അവർ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു പൊള്ളയായ മുദ്രാവാക്യമുണ്ട്. അത് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് സർക്കാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത്ര ഈസി അല്ല എന്ന് തോന്നുന്നു. പക്ഷെ എനിക്കിതിൻ്റെ അകത്തൊരു സംശയം തോന്നുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ചയോ ശനിയാഴ്ച മറ്റോ ലുലു യൂസഫ് അലിയുടെ 2 IT ടിൻ ടവേഴ്സ് കാക്കനാട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ഒരുപക്ഷെ സാബുവിനെക്കാട്ടിലും വലിയ ബിസിനസ്സുകാരനാണ്. അത് കൊച്ചിയിൽ തന്നെ കേരളത്തിന്റെ ഹൃദയഭാഗത്തെ 2 ടിൻ ടവറുകൾ, IT ബേസ്ഡ് ബിസിനസ്സിനായിട്ട് 2 ടിൻ ടവറുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ ഓൾറെഡി ഏതാണ്ട് 8 or 9 സ്പേസുകൾ വിറ്റുപോയിട്ടുണ്ടെന്നാണ് ഞാൻ പരസ്യത്തിൽ കണ്ടത്. 2500 പേർക്കുള്ള റെസ്റ്റോറൻറ്റ്, ബാക്കിയുള്ള ജിം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു IT സെന്റർ. അത് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ ഉള്ളതുപോലെ അതിനോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള സംഭവമാണ് ഇവിടെ ഉണ്ടായേക്കുന്നത്. അപ്പം എന്തുകൊണ്ട് യൂസഫ് അലിയെ ഒരു മണ്ടനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട് യൂസഫ് അലി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു? ഒരു ചോദ്യം. അതിനൊരു കാരണമുണ്ട്. IT രംഗത്തെ
അങ്ങനെ പറയുവാണെങ്കിൽ സ്മാർട്ട് സിറ്റി ദുബായിൽ നിന്ന് വന്ന് ഇവിടെ അച്യുതാനന്ദന്റെ എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് വന്നു, അച്യുതാനന്ദന്റെ സമയത്ത് അത് പ്രശ്നങ്ങളായി, പിണറായിയുടെ സമയത്ത് അവരെ ഇട്ടേച്ച് പോവുകയും ചെയ്തു. അപ്പൊ IT രംഗത്തെ അവർ ചെയ്യുന്നത് യൂസഫലിയൊക്കെ ചെയ്യുന്ന ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കുക, അത് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം മദ്രാസിലും ബാംഗ്ലൂരിനേക്കാളും ഒക്കെ ചീപ്പറായിട്ട് ഇവിടെ കിട്ടും. അതിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വീടുണ്ടാക്കിയിട്ട് റെന്റിന് കൊടുക്കുന്ന പോലെയുള്ളത്. അവിടെ ഒരു വ്യവസായവും ലുലു ഈ യൂസഫ് അലിയുടെ വ്യവസായം എന്ന് പറഞ്ഞാൽ അത് കമ്മീഷൻ വ്യവസായം അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യവസായമാണ്. ഈ ബിൽഡിംഗ് ഉണ്ടാക്കി വാടക കൊടുക്കുക. ലുലു മാൾ എന്താണ്? ഒരു വലിയൊരു ഒരു ബിൽഡിങ്, അതില് പല ബ്രാൻഡുകൾ അവർ കൊണ്ടുവരുന്നു, അവരുടെ മാർക്കറ്റിംഗ് ആൾക്കാർ അവരൊന്ന് ചെയ്യുന്നു. അവിടെ എന്താണ് ഒരു ആഘോഷമായിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ അതിനകത്ത്. അതൊരു വ്യവസായമല്ല, അതൊരു കമ്മീഷൻ ബിസിനസ്സോ അല്ലെങ്കിൽ റെന്റൽ ബിസിനസ്സോ എന്ന് മാത്രമേ കാണത്തുള്ളൂ. വ്യവസായം എന്ന് പറയുന്നത് സാബു ചെയ്ത പോലെ ഒരു കുറെ ആൾക്കാർക്ക് ജോലി കൊടുക്കുക, ഒരു പ്രൊഡക്ഷൻ. ഞാൻ കേട്ടത് കുട്ടികൾക്കോ ഉള്ള വസ്ത്രങ്ങൾ യൂറോപ്പിലേക്ക്. തിരുപ്പൂർ പോലെ ഒരു സെന്റർ ആകേണ്ട സ്ഥലമാണ് കൊച്ചിയുടെ പ്രാന്തപ്രദേശങ്ങൾ. തിരുപ്പൂർ ലോകപ്രശസ്തമായ ഹോസിയറി സെന്ററാണ്, അതായത് തുണികളുടെ സെന്ററാണ്. എനിക്കത് എൻ്റെ ഈ ടീഷർട്ട് തിരുപ്പൂർ ചെയ്തായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സെന്ററായിട്ട് മാറേണ്ടതിന് പകരം അദ്ദേഹം എനിക്ക് വയ്യ, ഞാൻ ഇതേ സംഗതി ഇതേ പൈസ തെലങ്കാനയിലോ ആന്ധ്രയിലോ ഇട്ടാൽ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ ഇതൊക്കെ ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതാണ് വ്യവസായം. അദ്ദേഹം കുറച്ചു പേർക്ക് ജോലി കൊടുക്കുക മാത്രമല്ല, അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നു, സർക്കാരിന് ടാക്സ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ടാക്സുകൾ കൊണ്ടാണ് തമിഴ്നാടും കർണാടകവും തെലുങ്കാനയും ആന്ധ്രയും കേരളത്തെക്കാളും സാമ്പത്തികമായി മെച്ചമുള്ള സംസ്ഥാനങ്ങളെന്ന് പറയാനുള്ള കാരണം. അത് കേരളത്തിൽ നടക്കാത്തത് ഇതുപോലുള്ള പ്രശ്നം. നമ്മൾ ലുലുവിനെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ ലുലു കൊണ്ട് ഒരു ബിൽഡിംഗ് വന്ന് കുറെ പേര് വാടകയ്ക്ക് എടുത്ത് വെച്ചുകൊണ്ട് സർക്കാരിന് എന്താ കിട്ടുന്നത്? അതിന്റെ ഒരു മാർജിനൽ ഇതേ ഉള്ളൂ. അതൊരു വലിയ ഇതല്ലേ, ഒരു എക്സ്പോർട്ട്. പക്ഷേ 1000 കോടിയുടെ എക്സ്പോർട്ട് കിട്ടുന്നു. അവിടെ എക്സ്പോർട്ട് ടാക്സസ് ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, അതിന്റെയൊക്കെ ഷെയർ അതിന്റെ ഒരു 250 കോടിയെങ്കിലും ടാക്സസ് ആയിട്ട് വരുന്നിരിക്കട്ടെ. അതില് 15 കോടി സർക്കാരിന് അല്ലെ 150 കോടി കേരള സർക്കാരിനുള്ളതാണ്. ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെ നമ്മൾ ഇതിനെ ലുലുവിന്റെ പുറകിന് പോവുകയും അദ്ദേഹമാണ് ഏറ്റവും വലിയ വ്യവസായി. അദ്ദേഹം വ്യവസായിയല്ല, അദ്ദേഹം ഒരു എന്താണ് മാർജിൻ ഫ്രീ നടത്തുന്ന ഒരു വലിയ മാർജിൻ ഫ്രീ കാരനാണെന്ന് പറയേണ്ടി വരും. സോറി ടു സേ ദാറ്റ്, ബിക്കോസ് അദ്ദേഹം വ്യവസായിയല്ല, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്. അദ്ദേഹം തന്നെ പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്, ഞാൻ വ്യവസായിയല്ല, ഞാനൊരു കച്ചവടക്കാരനാണ്. അപ്പൊ ഈ ഒരു ചിന്തയുടെ പുറത്താണ് ഇതൊക്കെ വരുന്നത്. അത് കാറ് വന്ന് അതിന്റെ ടാക്സസ് ഇപ്പം എന്താണ് 2-3 കോടിയുടെ കാറാണത്. അതിന്റെ എനിക്ക് തോന്നുന്ന ഒരു 50 ലക്ഷം കേരള സർക്കാരിന് കിട്ടേണ്ട ഒരു കാറാണത്, നോർമൽ ടാക്സസ് ഒക്കെ വെച്ചിട്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വ്യവസായം ചെയ്യുന്ന അയാൾക്ക് 20,000 30,000 കൊടുത്താലേ അത് ഇറക്കാൻ പോലും സമ്മതിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അപ്പം എന്താണ് സർക്കാരിന്റെ പ്രയോറിറ്റി? അതായത് ഇങ്ങനെ യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാതെ ഇതൊക്കെ ചെയ്യുന്ന കുറെ പേരെ എൻകറേജ് ചെയ്യുക ആണോ, അതോ നിങ്ങൾ 3 കോടിയുടെ ബിസിനസ് നടക്കുമ്പം അതിനകത്ത് നിന്ന് ഒരു 25 അല്ലെങ്കിൽ 15 ലക്ഷം രൂപ എക്സ്ചക്കറിലേക്ക് വരണോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് അവശേഷിപ്പിക്കുന്നുണ്ട് ഇതിനകത്ത്. അതായത് പഴയ പോലുള്ള തൊഴിലാളികൾ, പറയുന്ന തൊഴിലാളികൾ, ഞാൻ കണ്ട ഹെഡ് ലോഡ് വർക്കേഴ്സ് ഒക്കെ അവരെ ആരെങ്കിലും തലയിൽ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ എനിക്ക് തോന്നുന്നത് അവര് അടുത്ത ദിവസം ഹോസ്പിറ്റലിലായിരിക്കും മിക്കവാറും. അങ്ങനെ അത്ര ആരോഗ്യമുള്ളവരുണ്ട്. ചെയ്യുന്നത് മുഴുവനും ബംഗാളിലോ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഇന്ത്യയിൽ നിന്ന് വന്ന പാവപ്പിടിച്ച ആൾക്കാരാണ്. അവരെ കണ്ടാലറിയാം അവർക്ക് നമ്മള് ഹെഡ് ലോഡ് വർക്കേഴ്സ് ആണെന്ന് അവരുടെ മസിലും അവരുടെ ശരീരവും കണ്ടാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും
എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് തിരഞ്ഞു പിടിച്ച് കുറ്റം പറയാൻ പറ്റത്തില്ല. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആൾക്കാരുണ്ട്. ഞാൻ കണ്ട എൻ്റെ അനുഭവത്തിൽ പല കളറുള്ള ഷർട്ടുകളിട്ട ആൾക്കാരാണ് വന്നത്. ചുവന്ന കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, കാവി കളറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു സോഷ്യൽ വിത്തിൽ കണ്ണികളായിട്ട് ഇവരെ ഇങ്ങനെ വെക്കുന്നത് കേരളത്തിന് എനിക്കൊന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും നോക്കുന്നത് എന്തെങ്കിലും ബിസിനസ്, അല്ലെങ്കിൽ നാളെ വീട് ആരെങ്കിലും പണിയുന്നുണ്ടെങ്കിൽ ഈ കക്ഷികൾക്ക്, ലോക്കൽ ആ കക്ഷികൾക്ക് പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് ഒന്നും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് ഇത് ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് നമുക്ക് ചോദിക്കുന്നത്. ഇതിനകത്ത് സർക്കാർ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഈ രംഗത്തേക്ക് സർക്കാർ നോക്കുന്നേയില്ല. സർക്കാർ പറയുന്നത് അങ്ങനൊന്നും ഇല്ല. പാർലമെന്റിൽ ഫിനാൻസ് മിനിസ്റ്റർ നോക്കൂലി എന്ന് പറഞ്ഞ് കേരളത്തെ കളിയാക്കില്ല. എന്തുകൊണ്ട് ഇതിന് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല? അശോക് എന്ത് പറയുന്നത്? ഇത് ഞാൻ ആദ്യത്തെ ഭാഗത്തേക്ക് പോയിട്ടിരിക്കുക. അതായത് എന്താണ്, യൂസഫ് അലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസഫ് അലി ഇൻവെസ്റ്റ് ചെയ്യുന്ന കോമേഴ്സിലാണ്. അതിൽ നിന്നും കൊമേഴ്സ്യൽ ആക്ടിവിറ്റി, അതായത് അവിടെ പുള്ളി ബിൽഡിംഗ് പണിത് കൊടുക്കുന്നു. അവിടെ പക്ഷെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് IT രംഗത്ത് ജോലി ചെയ്യുന്നവരാണ്. അവര് ടാക്സ് കൊണ്ടുവരുന്നുണ്ട്, അവര് വീടെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ യൂസഫ് അലി ഈ നമ്മളുടെ നികുതി ഭാഗത്തേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് സാബു ആണ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു അന്തരമുണ്ട്. സാബുവിന്റെ വ്യവസായമല്ല കേരളത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മളുടെ ജനസംഖ്യയുടെ പ്രശ്നം, പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെല്ലാം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയമുണ്ട്. പിന്നെ ഈ ചെറിയ തന്നെ പറഞ്ഞല്ലോ, നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന അതിഥി തൊഴിലാളികളാണ് സാബുവിന്റെ തൊഴിലാളികളിൽ കൂടുതലും. അപ്പൊ ഇവിടുത്തെ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റുകളാണ്, അതുപോലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. അവർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഇപ്പം യൂസഫ് അലി ചെയ്തു കൊടുത്തതുപോലെ സംവിധാനം ഉണ്ടാക്കി അവിടേക്ക് കമ്പനികൾ വരികയും, കമ്പനികൾ വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. കാരണം എന്ന് പറയുന്നത് ഫ്ലൈറ്റിന്റെ സൗകര്യം, താമസിക്കാൻ ഇഷ്ടം പോലെ വീടുകളുണ്ട്. വൃത്തി ഇത്തിരി കുറവാണെന്നുള്ളതേ ഉള്ളൂ എറണാകുളം ആയതുകൊണ്ട്, കൊതുകുണ്ട്, ഇഷ്ടം പോലെ കൊതുകുണ്ട്. പക്ഷേ സാബു ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാബുവിനെ സംബന്ധിച്ചിടത്തോളം സാബു അടുത്ത എന്താണ് ടാക്സ് ഹോളിഡേ കിട്ടുന്ന സ്ഥലത്തേക്ക് പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ കൂലി ഇനിയും കുറച്ചു കൊടുത്താൽ മതി. അത് സാബുവിന്റെ മിടുക്ക്. പക്ഷേ ഈ പറഞ്ഞ സംഗതി ഈസ് ഓഫ് ബിസിനസിന്റെ അകത്ത് ഉള്ള വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്, നമുക്ക് പറ്റുന്ന വ്യവസായം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കൊമേഴ്സ്യൽ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ച് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. പിന്നീട് വളരെ ചുരുക്കമായിട്ടുള്ള ഇപ്പം എന്താണ് ലേബറേഴ്സ് എന്ന് പറയാവുന്ന, ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ CTUക്കാരല്ലേ BMSകാരെ പോലുള്ള ലേബറേഴ്സിന്റെ എണ്ണം ചുരുങ്ങി വരികയാണ്. ഇപ്പൊ റോഡ് പണി കണ്ടില്ല, റോഡ് പണി മുഴുവൻ മെക്കനൈസ് ചെയ്യപ്പെട്ടു. കയറ്റിറക്ക് എന്ന് പറയുന്നത് മെക്കനൈസ് ചെയ്യപ്പെട്ടു. ഇതിപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ഷോറൂം ഉടമയുടെ അതിബുദ്ധി ഉണ്ടോ എന്നും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെയൊക്കെ വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്ന ഇതിനെ നമുക്ക് സാബുവിനെ വെച്ചോണ്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു രംഗമല്ല. എല്ലാ സാബുക്കളെയും മാറ്റി കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക. അല്ല, ധാരാളം എന്റർപ്രണേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മള് ഫോക്കസ് ചെയ്യുന്നത് അല്ല, IT യുടെ കാര്യം പറഞ്ഞല്ലോ.
ഐ.ടിയുടെ ആ കാര്യം പറഞ്ഞു. ഐ.ടിക്കാരെ വലിയ കമ്പനികൾ, എനിക്കറിയാം നിസാന്റെ ഐ.ടി ഗ്ലോബൽ ഐ.ടി സെന്റർ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. കൊണ്ടുവന്ന ആള് അവിടെ ഇല്ല. ഇപ്പൊ ഐ.ടി സെന്റർ ഹബ് അവിടെ ഉണ്ടോ എന്ന് തിരക്കുന്നത് നല്ലതാണ്. ജപ്പാൻകാർ വന്നു, അവർക്ക് കേരളം പോലുള്ള സ്ഥലം ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് മനസ്സിലായി പിന്നെ വീക്കെൻഡില് അവർക്ക് പറ്റിയ റെസ്റ്റോറൻറ്റോ അവർക്ക് പറ്റിയ ഹോട്ടലുകളോ ഒന്നും തിരുവനന്തപുരത്തില്ല. അതുകൊണ്ട് അവർ പതുക്കെ പൊടി തട്ടിയൊക്കെ പോയി. അപ്പൊ ഇത് ഐ.ടി എന്ന് പറയുമ്പോൾ ഇത് ഐ.ടിക്കാരെ നല്ല കമ്പനികളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ചില ആംബിയൻസ് ഉണ്ട്. അത് ബാംഗ്ലൂർ കൊടുക്കാൻ കഴിയുന്നു, ഹൈദരാബാദ് കൊടുക്കാൻ അതായത് കഴിയുന്നു. ചെറിയാൻ പറയുന്നത് ആട്ടയും ദാലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തരാകുന്ന ആളുകളുടെ വ്യവസായം മതി കേരളത്തിൽ എന്നുള്ളതാണോ? അതാണ് അതിനുള്ള അർഹതയെ കേരളത്തിന് ഉള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ. പക്ഷെ അത് അവരല്ല, മലയാളിയല്ല അത് കഴിക്കുന്നത്. മലയാളിയെ കിട്ടില്ല. അതിന് കുറഞ്ഞ ചെലവിൽ എന്താണ് തൊഴിലാളി ചൂഷണം എന്ന് പറയുന്ന വിധത്തിൽ പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവന്ന് ആട്ടയും ദാലും എണ്ണയും കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന മുതലാളിമാര് കേരളത്തിലുണ്ടാകും. അവരാണ് എന്താണ് മോഡൽ വ്യവസായികളെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ടാറ്റയെ ബിർളയെ കൊണ്ടുവന്ന് നോക്കൂ, അവർ വരുന്നുണ്ടോ നോക്കൂ, അവരോട് വിളിച്ചു ചോദിച്ചു നോക്കൂ. എനിക്ക് ഇവരെ പരിചയമുള്ള അല്ല. ഈ സർക്കാർ, അതായത് കേരളത്തിലെ മന്ത്രിമാരെ പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവരോടൊക്കെ ടാറ്റയും ബിർളയോടും മോഡിമാരോടും അഡാനിമാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേരളത്തിൽ എന്തെങ്കിലും തുടങ്ങും. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു സംഗതിയുണ്ട്, കേരളത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുമെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ തുടങ്ങുന്നതിന്റെ 3-4 ഇരട്ടി കോസ്റ്റ് അവർക്ക് വഹിക്കേണ്ടി വരും. അത് അങ്ങനെയുള്ള ഒരു ത്യാഗം ചെയ്യാൻ അവർക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് കോയമ്പത്തൂർ വേണമെങ്കിൽ അവർ ചെയ്യും, പാലക്കാട് ഒന്നും ചെയ്യത്തില്ല. അത് പ്രശ്നമുണ്ട്. പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോർ ഉണ്ടായിരുന്നല്ലോ, എന്ത് പറ്റിയതിന്? BP-യിലൊക്കെ എന്തായി അവിടെ? അപ്പൊ ഇത് നമ്മളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, തൊഴിലാളി സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നമ്മളുടെ രാജ്യവുമായി നമ്മളുടെ എക്കണോമിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണം. അതായത് കേരളത്തിലെ ഇന്നത്തെ എന്താണ് വടക്കേന്ത്യൻ തൊഴിലാളി വരുന്നത് 1000 രൂപ അല്ലെങ്കിൽ 900 രൂപ ഒരു ദിവസത്തെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അവർക്ക് UP-യിൽ പണിയെടുത്താൽ കിട്ടുന്നത് 200-300 ആണ്. അപ്പൊ അതിനുവേണ്ടിയാണ് വരുന്നത്. കേരളത്തിലെ നമ്മുടെ തൊഴിലാളികൾക്ക് നല്ല ശമ്പളം, നല്ല വേതനം കൊടുക്കുന്നു പറയാം. പക്ഷെ അത് സസ്റ്റൈനബിൾ ആണോ? എന്തുകൊണ്ട് കേരളത്തിലെ പാടങ്ങളൊക്കെ വെറുതെ കിടക്കുന്നു? കാരണം വെച്ചാൽ അത്രയും രൂപ കൊടുത്തിട്ട് കൃഷി ചെയ്യിപ്പിക്കാനുള്ള വരുമാനം കൃഷിയിൽ നിന്ന് ആർക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. ഇത്രയുള്ള അതുകൊണ്ടല്ല കൃഷി നടക്കാത്തത് അതുകൊണ്ടല്ല. അതായത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഉള്ളതുപോലെ ഒരു കാർഷിക കൾച്ചർ കേരളത്തിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി. കാരണം അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്തു. ഇപ്പം ചെറിയാച്ചനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും ഇവിടെ കൃഷി ചെയ്യാനുള്ള സാഹചര്യത്തിൽ നിന്നും വിട്ടുപോയി ഇപ്പൊ പുതിയൊരു നിലയിലാണ്. ഞാൻ പറയും അതൊന്നുമല്ല. എന്റെ അപ്പൻ ഞാൻ വളരുന്ന സമയത്ത് നടത്തിയിരുന്ന ആളാണ്. 3-4 ഏക്കറിൽ ആലപ്പുഴ ജില്ലയിൽ നടത്തിയിരുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും അരി ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ നിർത്തി. കാരണം അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ കിട്ടുന്ന അരിയുടെ വില മുഴുവൻ വിറ്റാലും ഇല്ല അത് കിട്ടാൻ പറ്റില്ല. അത് ഞാൻ സമ്മതിച്ചു. അപ്പോഴ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ കേരളത്തിന് യുക്തമായ, അതായത് വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, അവയെ വ്യവസായമോ കോമേഴ്സോ എന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. അതിന് ഗവൺമെന്റുകള് ഇപ്പം പറഞ്ഞതുപോലെ ഗവൺമെന്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന സംഗതി മാറ്റിയിട്ട് അതിലേക്ക്, ആ മേഖലകളിലേക്ക് ഇവരെ ഇവിടെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള കമ്പനികൾ FACT, ഈ ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായി തുടങ്ങിയ
ഒരു ഒരു എന്താ വളം നിർമ്മാണ ഫാക്ടറിയാണ്. അതെന്തായി? അത് അതെ അതിപ്പോഴും അതെന്താകാൻ കമ്പനിയല്ലേ? എന്താ നവരത്ന കമ്പനിയല്ലേ അത്? അതെ, അവര് എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എന്താണ് അമോണിയ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വിൽക്കുന്ന കച്ചവടം. അതായത് ലുലു മാള് ചെയ്യുന്നത് പണി ചെയ്യാൻ അങ്ങനെ അല്ല, സിംപ്ലിഫൈ ചെയ്യുന്നതല്ല. അവിടെ അന്വേഷിച്ചു നോക്കുക. അവരുടെ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ ഡൈനാമിക്സ് ഉണ്ട്. അത് മനസ്സിലാക്കി അതിനകത്ത് ഇടപെടാതെ നിങ്ങൾ അതിനകത്ത് ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ലാത്തവർ കയറി ഇടപെടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. അതായത് ഇൻഡസ്ട്രി നിങ്ങളല്ല ഇന്ത്യയോട് പറയുന്നത് എന്താണ് ചെയ്യണമെന്ന്, അവർ നിങ്ങളോട് പറയും. അപ്പം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ നോക്കുക. അങ്ങനെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ അങ്ങനെയാണ്. ബാംഗ്ലൂരിന് വലിയ ഒരു ടെക് ബേസ് ഉണ്ടായിരുന്നു, സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാ ടെക് കമ്പനികളും അവിടെ വന്നത്. അവിടെ ഇതുപോലെ നോക്കുകൂലികളുടെ പ്രശ്നമില്ല. അവിടെ ട്രേഡ് യൂണിയൻകാരെ ഞാൻ കേട്ടത്, ട്രേഡ് യൂണിയൻ ശക്തമായി നടത്തുകയാണെങ്കിൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലീസ് നിഷ്കരണം വെടിവെച്ച് കൊല്ലുവാണ് പലയിടത്തും, നക്സലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ്. എൻ്റെ ഒരു സുഹൃത്ത് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ പലയിടത്തും നിൽക്കുമ്പോൾ കേരളത്തിൽ ഇതൊന്നും വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളെന്തോ ഒരു സ്പെഷ്യൽ ആൾക്കാരാണ്, എന്നിട്ട് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ് ആരെ കളിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്? വി ഹാവ് ടു ബി പ്രാക്ടിക്കൽ ഇൻ ദ ന്യൂ വേൾഡ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വി ഹാവ് ടു, പണ്ട് പറയത്തില്ലേ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത്, അതിന് തയ്യാറില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വലിയ നമ്പർ 1 അടിച്ച്, ഞാനതുകൊണ്ട് പറയുന്നത് ഇപ്പം ആരെങ്കിലും റെയിൽ ഫോൺ എന്നൊക്കെ പറയും, ഞാൻ പറയുന്നു എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ആ ബ്രിട്ടീഷ് സാഹിബിനെയാണ്, ക്നാപ്പൻ എന്നുള്ളത്. എന്ന് പറയുന്നത് നമ്മൾ ക്ലാപ്പൻ ബ്രാൻഡാക്കി കേരളത്തിൽ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.